SRKയുടെ രണ്ട് കാറ്റഗറി ഓഫ് മൂവി ഉണ്ട്. ഒന്ന് കൽ ഹോ ന ഹോ, കബി ഖുഷി കബി ഗം, കബി അൽവിദന കഹന, മൈ നെയിം ഇസ് ഖാൻ, അങ്ങനെ ഒരു റേഞ്ച്. രണ്ട് പട്ടാൻ, ജവാൻ, ഡോൺ 2, അങ്ങനെ ഒരു കാറ്റഗറി. അപ്പം അതിനകത്ത് റീസെൻ്റ്ലി ആ ലിസ്റ്റിൽ രാജ്കുമാർ ഹിരാനിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് മൂവി ഡങ്കി ഒരാളെ എങ്ങനെ അഭിനയിപ്പിച്ച ആ ഒരു എന്താ പറയാ, നമുക്ക് ആ ഒരു ഇഷ്ടം കൂടിക്കുക എന്ന് പറയില്ലേ, നമ്മൾ അഭിനയിപ്പിച്ച ആ ഒരു റിയലിസ്റ്റിക് മെറ്റീരിയൽ വെച്ച് ചെയ്ത്, അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ട് ചെയ്ത് നമ്മളെ അതിനെ ഫാൻ ബേസ് ആക്കുക. പ്രോപ്പർ വേ ഓഫ് ട്രീറ്റ്മെന്റ്. അതായത് പണി അറിയാവുന്ന ആളുടെ കയ്യിൽ ഒരു ആക്ടറെ കിട്ടിക്കഴിഞ്ഞാൽ അയാൾ ആ ചെറിയൊരു ക്യാരക്ടറാണെങ്കിൽ പോലും അതിന് കൊടുക്കുന്ന ലൈഫ് ഡെപ്ത് ഭയങ്കര വലുതാന്ന് പറഞ്ഞാൽ ആളുടെ PK അല്ലെങ്കിൽ 3 Idiots അങ്ങനെ മൂവീസൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു കാറ്റഗറി അല്ലെ ആ ഒരു പാറ്റേൺ തന്നെയാണ്. ഒരു ലൈഫ് കൊടുത്ത് ഒരാളെ ആ ഒരു ക്യാരക്ടറിനെ ലൈഫ് കൊടുത്ത് ട്രീറ്റ് ചെയ്തിട്ട് എന്താ പറയാ, നമ്മുടെ മനസ്സിലേക്ക് അങ്ങോട്ട് ഇറക്കുക, ഒരു ഇഷ്ടത്തോടുകൂടി ഇറക്കുക. അല്ലാതെ ഭയങ്കര മാസ് കാണിച്ച് ജവാൻ, പത്താൻ, ഡോൺ അങ്ങനെ ഭയങ്കര മാസ് കാണിച്ച് നമ്മളെ ഇമ്പാക്ട് ഉണ്ടാക്കുമല്ലോ. ഭയങ്കര ജെന്യുവിൻ സ്റ്റോറി, നമുക്ക് ഇഷ്ടപ്പെടാൻ പാകത്തിന് രീതിയിലുള്ള ഒരു സ്റ്റോറി ലൈൻ, അല്ലെങ്കിൽ അത് പോണ രീതി, അതെല്ലാം ഇങ്ങനത്തെ സിനിമകൾ ഷാറുഖ് ഖാൻ ഇയർലി എങ്കിലും ഒന്ന് അഭിനയിക്കണം എന്ന് ഞാൻ പറയണേ. തട്ടുപൊളിപ്പൻ മസാല മൂവീസിന് പുറമെ എന്താ പറയുക, ഭയങ്കര വാല്യൂ ഫോർ മണി, അറ്റ്ലീസ്റ്റ് കുറച്ച് പ്രേക്ഷകരിലും അങ്ങനത്തെ ഇപ്പോഴും സ്റ്റിൽ എക്സിസ്റ്റിംഗ് ഉണ്ട്. അങ്ങനത്തെ മൂവീസ് കാണാനും അങ്ങനത്തെ മൂവീസ് ഇഷ്ടപ്പെടാനായിട്ട് കുറച്ച് പേരിലുണ്ട്. അപ്പോൾ അതിൽ വൺ ഓഫ് ദ മാനാണ് ഞാൻ. ഈവൻ ദോ എനിക്ക് പത്താനും ജവാനൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിലും, പക്ഷേ എനിക്ക് അതിനേക്കാളും ഒക്കെ ആ ഒരു ഷാറുഖ് ഖാനേക്കാളും ഒക്കെ ഇഷ്ടം ഇങ്ങനത്തെ ഒരു ഷാറുഖ് ഖാനെ കാണാനാണ്. അഭിനയിക്കുന്ന ഷാറുഖ് ഖാനെ കാണാനാണ്. പെർഫോം ചെയ്യുന്ന ഷാറുഖ് ഖാൻ, അഭിനയിക്കണ അല്ലെ ആ ഒരു ഇത് കാണിക്കുന്ന ഷാറുഖ് ഖാൻ, മാസ് കാണിക്കുന്ന ഷാറുഖ് ഖാനേക്കാളും ഒരു പൊടി ഇഷ്ടം എനിക്ക് മൈ നെയിം ഇസ് ഖാൻ എൻ്റെ ഫേവറേറ്റ്, വൺ ഓഫ് ദ ഫേവറേറ്റ് മൂവിയാണ്. വൺ ഓഫ് ദ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് എവർ ഫേവറേറ്റ് മൂവിയാണ്. അപ്പം അതൊക്കെ ഒരു ഗോഡ്സ് ഗ്രേസ് ആണ്. അത് തിരിച്ചറിയണ ചില ഡയറക്ടേഴ്സും ഉള്ളു, അവരത് നമ്മളെ കാണിച്ചു തരുന്നു. അപ്പോൾ ഇതൊരു മസ്റ്റ് വാച്ച് മൂവിയാണ് ഡങ്കി. പിന്നെ PK ഒന്നും കമ്പയർ ചെയ്യരുത്. പടം ഒരിക്കലും ഒരാളുടെ സൃഷ്ടി മറ്റൊരു സൃഷ്ടിയായിട്ട് കമ്പയർ ചെയ്യരുത്. കമ്പാരിസൺ ഇല്ലാതെ വന്ന് കണ്ട് ഒരു റിയൽ ഗുഡ് ടൈം എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയ ഒരു വാച്ചബിൾ മൂവിയാണ്. ഓൺലൈൻ സ്ട്രീം ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യരുത്. അതിന് മുമ്പ് തന്നെ നിങ്ങളൊന്ന് തിയേറ്ററിൽ ഒന്ന് കാണാം. നല്ല മൂവിയാണ്.